1955 ഓഗസ്റ്റ് 21 ഒരു രാത്രി മുഴുവൻ കെല്ലി എന്ന ചെറിയ ഗ്രാമം ആഘോഷങ്ങളുടെ ആവേശത്തിലായിരുന്നു. ആളുകൾ ചിരിച്ചും സംസാരിച്ചും സന്തോഷത്തോടെ സമയം ചിലവഴിക്കുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിൻ്റെ ജീവിതത്തിലേക്ക് ഭയപ്പെടുത്തുന്ന ഒരു സംഭവം കടന്നുവന്നു. ആകാശത്തിൽ നിന്ന് വീണൊരു അതിശയകരമായ പ്രകാശവസ്തു, വീട്ടിന് പുറത്ത് കേട്ട അജ്ഞാത ശബ്ദങ്ങൾ, അതിനു പിന്നാലെ അവർ കണ്ടത് മനുഷ്യരല്ലാത്ത വിചിത്രമായ ചെറിയ ജീവികൾ. കെല്ലി ഹോപ്കിൻസ് വില്ല ഏറ്റുമുട്ടൽ എന്ന പേരിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ആ സംഭവത്തിലേക്ക് പോകാം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 21 അമേരിക്കയിലെ ചെറിയ ഗ്രാമമാണ് കെല്ലി. ആ രാത്രി ഗ്രാമത്തിൽ വലിയൊരു കാർണിവൽ നടക്കുകയായിരുന്നു. നിറഞ്ഞ ലൈറ്റുകളും കളികളും സംഗീതവും കൊണ്ട് മുഴുവൻ ഗ്രാമവും ആഘോഷത്തിന്റെ ആവേശത്തിലായിരുന്നു. ആളുകൾ സന്തോഷത്തോടെ സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്ത് ഒരു സുഡാനി കുടുംബവും താമസിച്ചിരുന്നു. എല്ലാവരും ആഘോഷത്തിന്റെ സന്തോഷത്തിൽ സംസാരിച്ചും ചിരിച്ചും സമയം ചിലവഴിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരാൾ ഒരാശയം മുന്നോട്ട് വെച്ചത്. ഇന്നത്തെ രാത്രി നമുക്കെല്ലാവർക്കും ഒരുമിച്ചുകൂടി കുറച്ച് സമയം കൂടി ആഘോഷിക്കാം. ആ നിർദ്ദേശം എല്ലാവർക്കും ഇഷ്ടമായി. ശരി, അങ്ങനെ ചെയ്താൽ വളരെ സന്തോഷമായിരിക്കുമെന്ന് പറഞ്ഞ് അവർ ഫാം ഹൗസിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതിനുശേഷം ആ ചെറിയ ഗ്രൂപ്പ് ഒരുമിച്ച് അടുത്തുള്ള സുഡാന്റെ ഫാം ഹൗസിലേക്ക് പുറപ്പെട്ടു. ആ സ്ഥലത്ത് ആ കുടുംബത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം ഏകദേശം 100ഓളം പേർ ഒത്തുകൂടിയിരുന്നു. വൈകുന്നേരം മങ്ങിത്തുടങ്ങുമ്പോഴേക്കും അവർ എല്ലാവരും അവിടെ എത്തിയിരുന്നു. സമയം കടന്നു പോകുന്തോറും ചുറ്റും പതിയെ ഇരുട്ട് വീണു തുടങ്ങി. ആ ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷം വളരെ പെട്ടെന്ന് ശാന്തമായി. ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന 100ഓളം പേർ സന്തോഷത്തോടെ ചിരിച്ചും സംസാരിച്ചും ഡിന്നർ തയ്യാറാക്കി ആസ്വദിക്കുകയായിരുന്നു. ഭക്ഷണം തയ്യാറായതോടെ അവർ ഡൈനിങ് ടേബിളുകൾക്ക് ചുറ്റുമായി 10 പേർ വീതം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുമ്പോഴും അവർ പല കഥകളും പങ്കുവെച്ച് സന്തോഷത്തോടെ സമയം ചിലവഴിച്ചു. ഭക്ഷണത്തിന് ശേഷം വിവിധ വിനോദങ്ങളിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ ഒന്നിച്ചുണ്ടായിരുന്ന ആ 100 പേരുടെ കൂട്ടത്തിൽ ഒരു ദമ്പതികളും ഉണ്ടായിരുന്നു. രാത്രി ഏകദേശം 7 മണിയോടെ ബില്ലി റേ ടൈലർ എന്ന യുവാവ് വീടിന് പുറത്തേക്ക് വെള്ളമെടുക്കാൻ ഇറങ്ങി. അപ്പോഴായിരുന്നു ആകാശത്ത് ഒരു അതിശയകരമായ പ്രകാശം ബില്ലിയുടെ ശ്രദ്ധയിൽ പെടുന്നത്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അയാളെ വളരെയധികം ഞെട്ടിച്ചു കളഞ്ഞു. ആകാശത്ത് തിളങ്ങി നീങ്ങുന്ന ആ അത്ഭുതകരമായ വസ്തു കണ്ടപ്പോൾ ആരായാലും അമ്പരന്നു പോകും. ഒരു നിമിഷം ബില്ലിയും അനങ്ങാതെ നിന്നു. പെട്ടെന്നു തന്നെ വീടിനുള്ളിലേക്ക് ഓടിക്കയറി എല്ലാവരോടുമായി പറഞ്ഞു, നമ്മുടെ വീടിന് മുകളിലൂടെ ഒരു ഏലിയൻ സ്പേസ് ഷിപ്പ് കടന്നുപോയി. ഞാനത് നേരിട്ട് കണ്ടു. ശ്വാസം വിടാൻ പോലും പ്രയാസപ്പെട്ട് ഓടി വന്ന് പറഞ്ഞ കാര്യം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ ചോദിച്ചു, നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് എന്തുപറ്റി? ഏലിയൻ സ്പേസ് ഷിപ്പോ എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ബില്ലി ഗൗരവത്തോടെ പറഞ്ഞു, ഞാൻ തമാശ പറയുന്നതല്ല, ഞാൻ കണ്ടത് സത്യമാണ്. ഞാനതെല്ലാം സ്വന്തം കണ്ണുകളാൽ കണ്ടു. വീടിന് പുറത്ത് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അത് കേട്ട് വീട്ടിലുള്ളവർ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ബില്ലി, ഇവിടെ ഒരു ഉത്സവം നടക്കുകയാണ്. നീ ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഒരുപാട് ലൈറ്റുകൾ കണ്ടതാണ്. അതിന്റെ ആ ഒരു കാഴ്ച നിന്റെ കണ്ണിലുള്ളതുകൊണ്ട് രാത്രിയിലും നിനക്ക് അങ്ങനെ തോന്നുന്നതാണ്. വേറെ ഒന്നുമില്ല, നീ ഒന്ന് ശാന്തനാക്കൂ. അവർ ഇങ്ങനെ പറഞ്ഞ് ബില്ലിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അല്ല, ഞാനത് നേരിട്ട് കണ്ടതാണ് എന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് വീടിന് പുറത്ത് വളർത്തുനായ നിർത്താതെ കുരയ്ക്കുന്ന ശബ്ദം കേട്ടത്. സാധാരണയായി ശാന്തമായിരുന്ന ആ നായയുടെ കുര വളരെ ഭീതിയോടെയായി. എല്ലാവരും ഒരു നിമിഷം അലർട്ടാക്കി. ഫാം ഹൗസിന് പുറത്ത് എന്തോ അസാധാരണമായത് സംഭവിക്കുന്നുണ്ടെന്ന പോലെ തോന്നിച്ചു. ആദ്യം അവർ കരുതിയത് കുറച്ചുനേരം കുരച്ചിട്ട് അത് നിൽക്കും എന്നായിരുന്നു. പക്ഷെ നായ തുടർച്ചയായി ഭയപ്പെട്ടതുപോലെ കുരച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ ശബ്ദത്തിൽ ഒരു അസ്വസ്ഥതയും ഭയവും വ്യക്തമായിരുന്നു. ഇത് കണ്ടപ്പോൾ വീട്ടിലുള്ളവർക്ക് സംശയം കൂടി. ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന ചിന്തയോടെ എല്ലാവരും മുൻവാതിലേക്ക് നോക്കി. അവിടെ അവർ കണ്ട കാഴ്ച അവരുടെ വിശ്വാസത്തെയും കണ്ണുകളെയും തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഏകദേശം 3 അടി ഉയരമുള്ള ബൾബിന്റെ ആകൃതിയിലുള്ള തലയുള്ള ഭയാനകമായ 2 കണ്ണുകളുള്ള ഒരു രൂപം. അതിന്റെ കൈകൾ നീളമുള്ളതും തറയിൽ തൊടുന്നതുമായിരുന്നു. ശരീരം മുഴുവൻ സിൽവർ നിറത്തിൽ തിളങ്ങുന്നതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു ജീവി ആ വീടിന്റെ വാതിൽക്കൽ നിന്ന് അവരെ നോക്കി നിൽക്കുന്നു. വീടിനുള്ളിലുണ്ടായിരുന്ന ഏകദേശം 100 പേരും ഈ കാഴ്ച കണ്ടു. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇതെന്താണ് എന്ന് അവർ അമ്പരന്നു. പെട്ടെന്ന് ഇതൊരു അപകടമാണെന്ന് അവർക്ക് തോന്നി. ആ ഫാം ഹൗസിൽ മൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നേടാനായി കുറച്ച് തോക്കുകൾ കരുതിയിരുന്നു. അതിലൊന്നെടുത്ത് തന്റെ സുഹൃത്തിന്റെ കൈവശം നൽകി വെടിവെക്കാൻ പറഞ്ഞു. അവർ മാറി മാറി വെടിയുതിർക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ വെടിയുണ്ട ആ ജീവിക്ക് നേരെയാണ് പോയത്. അവർ കൃത്യമായി ലക്ഷ്യം വെച്ച് വെടിവെച്ചെങ്കിലും ആ വെടിയുണ്ട ആ ജീവിയിൽ കൊണ്ടില്ല. ആ ജീവി വെടിയുണ്ടയിൽ നിന്ന് ഒഴിഞ്ഞു മാറി.
പെട്ടെന്ന് തന്നെ ആ ജീവി ഇരുട്ടിലേക്ക് മറഞ്ഞുപോയി. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതോടെ ആ സ്ഥലത്ത് ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദത പടർന്നു. അപ്പോഴാണ് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി അടുത്തുള്ള ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയത്. ആ ജനാലയിലെ ചില്ലിൽ എന്തോ രണ്ട് തിളക്കം കണ്ടു. അത് മറ്റൊന്നുമല്ല, നേരത്തെ വന്നതുപോലെയുള്ള മറ്റൊരു അന്യഗ്രഹ ജീവിയായിരുന്നു. ഇതൊരു അന്യഗ്രഹ ജീവിയാണ് എന്ന് പറഞ്ഞ് അവർ ജനാലയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ റൂമിനുള്ളിൽ എന്തോ ഉരസുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടു. അങ്ങനെ ആ വീടിന് ചുറ്റും അവരിൽ ഒരാൾ ടോർച്ചെടുത്ത് പുറത്തിറങ്ങി നോക്കി. ആ ജീവി പെട്ടെന്ന് ഒരു വശത്തേക്ക് മാറി. പെട്ടെന്ന് ഇരുട്ടിനുള്ളിൽ അപ്രത്യക്ഷമായി. ആ ജീവികൾ നടന്ന രീതിയും അവയുടെ ചലനങ്ങളും ശ്രദ്ധിച്ചപ്പോൾ അത് മനുഷ്യരെ പോലെയല്ല എന്ന് മനസ്സിലായി. ഇവിടെയുള്ള സാധാരണ മൃഗങ്ങളെ പോലെയോ ഓടിപ്പോകുന്ന രീതിയിലും അല്ല, കുരങ്ങുകളെ പോലെ ചാടിപ്പോകുന്ന രീതിയിലുമല്ല. അവ വായുവിൽ അല്പം ഒഴുകി നീങ്ങുന്ന പോലെയാണ് തോന്നിച്ചത്. എല്ലാം കൂടി നോക്കുമ്പോൾ ഒന്ന് തെന്നി നീങ്ങുന്നത് പോലെ അല്ലെങ്കിൽ വായുവിൽ പൊങ്ങി നിൽക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. ഇങ്ങനെ അവർ മാറി മാറി നിരീക്ഷിച്ചുകൊണ്ടിരിക്കെ ഒരു ഘട്ടത്തിൽ ആ ജീവികൾ തനിയെ അപ്രത്യക്ഷമായി. ഒരുപക്ഷെ പുറകിലുള്ള മരങ്ങൾക്കിടയിലേക്ക് പോയതാകാമെന്ന് അവർ കരുതി. ഏകദേശം 3 മണിക്കൂറിലധികമായി ഇതേ അവസ്ഥ തുടരുകയായിരുന്നു. ആ വീടിനുള്ളിലുള്ളവർ എല്ലാവരും പേടിച്ച് വീടിന് പുറത്തിറങ്ങാതെ ഇരിക്കുകയാണ്. അവിടെയുള്ള സ്ത്രീകളും കുട്ടികളും ഭയന്ന് കരയുകയായിരുന്നു. ഒടുവിൽ അവിടെയുള്ള 11 പേരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. സമയം ഏകദേശം രാത്രി 11 മണിയായിട്ടുണ്ടാകും. ഇനിയും ഈ വീടിനുള്ളിൽ തന്നെ ഇരുന്നാൽ അത് നമുക്ക് വലിയ പ്രശ്നമായേക്കാം. അതുകൊണ്ട് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നടന്ന കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് അവർ തീരുമാനിച്ചു. പെട്ടെന്ന് വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. ആ ജീവി അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചു. പക്ഷെ കണ്ണിൽ കാണാവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്ക് സമയം കളയാൻ പറ്റില്ല, എല്ലാവരും വേഗത്തിൽ ഓടി ട്രക്ക് കാറിനുള്ളിൽ കയറണം. ഉടൻ തന്നെ അദ്ദേഹം ഓടു എന്ന് ഉറക്കെ വിളിച്ചു. അത് കേട്ട് എല്ലാവരും വേഗത്തിൽ ഓടി കാറിനുള്ളിലേക്ക് കയറി. നിമിഷങ്ങൾക്കുള്ളിൽ കാർ ആ ഭയാനകമായ സ്ഥലത്തു നിന്നും കുതിച്ചു പാഞ്ഞു. അവരുടെ യാത്ര നേരെ ഹാപ്കിൻസ് വില്ലയിലെ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് കാർ നിർത്തിയ വേഗതയിൽ തന്നെ 12 പേരും സ്റ്റേഷനുള്ളിലേക്ക് ഓടിക്കയറി. ഭയം കാരണം അവർ എല്ലാവരും ഒരേ സമയം ഉറക്കെ സംസാരിക്കാനും ബഹളം വെക്കാനും തുടങ്ങി. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഓഫീസർമാർക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. അവർ അമ്പരന്നുപോയി. എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? എന്തിനാണ് ഇത്രയധികം പേടിച്ചിരിക്കുന്നത്? പോലീസ് ഓഫീസർ ചോദിച്ചു. അവിടെ ഉണ്ടായിരുന്ന 11 പേരും വല്ലാതെ തളർന്നിരുന്നു. അവരുടെ കണ്ണുകളിൽ മരണഭയം നിഴലിച്ചിരുന്നു. മുഖത്തൊക്കെ മണ്ണു പുരണ്ട് വികൃതമായ അവസ്ഥയിലായിരുന്നു അവർ. ഒടുവിൽ അവരിൽ ഒരാൾ കിതച്ചുകൊണ്ട് നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. ഞങ്ങൾ വീട്ടിൽ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അന്യഗ്രഹ ജീവികൾ വന്ന് ഞങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയത്. എന്ത്? ഏലിയൻ അറ്റാക്കോ? നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോ? പോലീസുകാർ വിശ്വസിക്കാനാവാതെ ചോദിച്ചു. എന്നാൽ വന്ന 12 പേരും ഒരേപോലെ ഈ കാര്യം ആവർത്തിച്ചു പറഞ്ഞു. ഇത്രയധികം ആളുകൾ ഒരേ കാര്യം ഇത്രയും പേടിയോടെ പറയുമ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടാകുമെന്ന് പോലീസിന് തോന്നി. എന്തായാലും നമുക്ക് നേരിട്ട് പോയി പരിശോധിക്കാം, പോലീസ് ഓഫീസർമാർ തീരുമാനിച്ചു. അവർ ഉടൻ തന്നെ മിലിറ്ററി ഓഫീസർമാരെയും വിവരമറിയിച്ചു. കൂടാതെ UFOകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ചില വിദഗ്ധരെയും കൂട്ടി അവർ ആ വീട്ടിലേക്ക് തിരിച്ചു. ആ ഫാം ഹൗസിലെത്തിയ ഉദ്യോഗസ്ഥർ തോക്കുകൾ തയ്യാറാക്കി പതുക്കെ വീടിന്റെ വാതിൽ തുറന്നു. അകത്തേക്ക് കയറിയ ഉടനെ അവർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. വീടിന്റെ തറയിൽ എല്ലായിടത്തും തോക്കിൽ നിന്നുള്ള തുരുതുരാ ചെയ്ത വെടിയുണ്ടകൾ ചിതറിക്കിടക്കുന്നു. ഏകദേശം 2500-ലധികം റൗണ്ട് വെടിയുണ്ടകളാണ് അവിടെ ചിതറിക്കിടന്നിരുന്നത്. ഭിത്തികളിലും ജനലുകളിലും ഉണ്ടകൾ തുളച്ചുകയറിയ പാടുകൾ ഉണ്ടായിരുന്നു. അല്പം മുൻപ് നടന്ന വലിയൊരു പോരാട്ടത്തിന്റെ അടയാളങ്ങൾ ആ വീട് മുഴുവൻ ഉണ്ടായിരുന്നു. ആ കുടുംബം എത്രത്തോളം ഭയപ്പെട്ടാണ് ആ വിചിത്ര ജീവികൾക്ക് വരെ വെടിയുതിർത്തതെന്ന് അവിടെ ചിതറിക്കിടന്ന വെടിയുണ്ടകളിലൂടെ പോലീസുകാർക്ക് മനസ്സിലായി. പിന്നീട് പോലീസ് സംഘം വീടിന് പുറത്തിറങ്ങി പരിസരമാകെ അരിച്ചുപെറുക്കി. ആ ജീവികൾക്ക് വെടിയേറ്റിട്ടുണ്ടെങ്കിൽ അവിടെ രക്തക്കറയോ മറ്റേതെങ്കിലും അടയാളങ്ങളോ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ തോട്ടത്തിലോ പരിസരത്തോ അത്തരത്തിൽ യാതൊരു തെളിവുകളും അവർക്ക് കണ്ടെത്താനായില്ല. അന്വേഷണത്തിനിടയിൽ പോലീസ് ഒരു കാര്യം ശ്രദ്ധിച്ചു. വീടിന്റെ ജനാലകളും വാതിലുകളും തകർക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് പുറത്തുനിന്നുള്ള ആക്രമണം കൊണ്ടാണോ അതോ അകത്തുനിന്നുള്ള വെടിവെപ്പ് കൊണ്ടാണോ എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചു. അന്വേഷണം പുലർച്ചെ 2 മണി വരെ നീണ്ടുനിന്നു. കാര്യമായ തെളിവുകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് പോലീസ് സംഘം അവിടെ നിന്നും മടങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ പോലീസ് വണ്ടികൾ അകന്നുപോയതിന് പിന്നാലെ ഏകദേശം പുലർച്ചെ 3:30 ആ ഭീകരരൂപികൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ജനലിന് പുറത്ത് ആ വിചിത്ര ജീവികളുടെ മുഖം വീണ്ടും കണ്ടപ്പോൾ ആ കുടുംബമാകെ തകർന്നുപോയി. സഹായത്തിനായി പോലീസ് വരണമെങ്കിൽ ഇനിയും സമയമെടുക്കും. അവർ വീണ്ടും തോക്കുകൾ എടുത്തു. പുലർച്ചെ 4:30 മണി വരെ ആ വീട്ടിൽ ഭീതിയുടെ നിഴലിൽ വെടിവെപ്പ് തുടർന്നു. സൂര്യൻ ഉദിച്ചതോടെ ആ ജീവികൾ വന്നതുപോലെ തന്നെ അപ്രത്യക്ഷമായി. ആ രാത്രിക്ക് ശേഷം ആ കുടുംബം ഒരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല. അവർ അവരുടെ അനുഭവങ്ങൾ എല്ലാവരോടുമായി പങ്കുവെച്ചു. എന്നാൽ പലരും അവരെ വിശ്വസിച്ചില്ല. ചിലർ അവരെ പരിഹസിച്ചു.
മറ്റു ചിലർ അവർക്ക് വട്ടാണെന്ന് പോലും പറഞ്ഞു. പക്ഷേ ആ വീട്ടിലെ 11 പേരും ഒരേപോലെ കണ്ട ആ കാഴ്ച വെറും ഭ്രമമോ തോന്നലോ ആയിരുന്നില്ല. കെല്ലി ഹോപ്കിൻസ് വില്ലി ഏറ്റുമുട്ടൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവം ഇന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായി തുടരുന്നു. ഇതിഹാസമല്ല, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു സംഭവമാണ്. എന്നാൽ അന്നവർ കണ്ടത് അന്യഗ്രഹ ജീവികളെ ആയിരുന്നോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നോ എന്ന ചോദ്യത്തിന് ഇന്നും ആർക്കും കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല. ഇന്നും ചില രാത്രികളിൽ ആ പഴയ ഫാം ഹൗസിന്റെ ഭാഗത്ത് വിചിത്രമായ പ്രകാശങ്ങൾ കാണപ്പെടുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം ഈ സംഭവം പിന്നീട് ലോകമെമ്പാടും വലിയ വാർത്തയായി പരന്നു. അന്നത്തെ പത്രങ്ങളിലും ഈ സംഭവത്തെക്കുറിച്ച് വലിയ തലക്കെട്ടുകളോടെ വാർത്തകൾ വന്നിരുന്നു. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? എന്തായാലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടതിൽ നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.